നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ വീട്ടിൽ വന്നാൽ അത് ന്യായം. നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ വീട്ടിൽ വന്നാൽ നീ ഇപ്പൊ ചൂടാവുന്ന എന്തിനാ? ഇട ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. നിങ്ങൾ ഇത്തരക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. CPM ജില്ലാ സെക്രട്ടറി റഫീഖിനോടാണ് മമ്മൂട്ടി അതൃപ്തി പ്രകടിപ്പിച്ചത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ, കേട്ട് കേട്ട് മടുത്തു. കാര്യം കൈരളിയുടെ അംബാസഡറും ഇടതുപക്ഷ അനുഭാവിയും ഒക്കെ ആയിരിക്കും. പക്ഷേ കലാകാരന് ആൾക്കാരോട് പെരുമാറുമ്പോൾ തോന്നേണ്ട ഒരു വിനയമുണ്ട്. അത് ഈ പ്രായത്തിൽ സ്വായത്തമാക്കാൻ കഴിയാത്ത അഹങ്കാരിയാണ് മമ്മൂട്ടി എന്ന. ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും ആണ് അർജുൻ ആയങ്കി തന്റെ FB പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പ്രീജിത്ത് രാജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. അദ്ദേഹം പറയുന്നത് ഈ റഫീഖിന്റെ ചിത്രമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ്. നീ ആ കൈങ്ങടെ തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. തമ്പുരാൻ ഞെരടിയാൽ ഞെട്ടറ്റി വീഴുന്ന ചെമ്പനീർ പൂവല്ല, പൂവിലെ പുഴുവല്ല വിപ്ലവം. വയനാട് ടൗൺഷിപ്പിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാൾ ആണ് ഷഫീഖ്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ, ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ എന്നാണ് പറയുന്നത് റഫീഖ് സെക്രട്ടറി. അഹോരാത്രം പണിയെടുത്തു, അതിനു മേലെ അല്ല ഒരു താരത്തിന്റെയും വാക്കുകൾ. അതായത് സൂക്ഷിച്ച് സംസാരിച്ചില്ല, എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്കെതിരെ വലിയ അതൃപ്തി പടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. ഇത്തരത്തിൽ നിരവധി ആളുകളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്നത് നിർണായകമാണ്. അബദ്ധം പറ്റുമോ സാർ? എങ്ങനെ അബദ്ധം? പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.